ഈ റോഡ് ഷോ അവസാനിക്കാൻ പോകുന്നത് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്താണ്. അവിടെ ഞങ്ങളുടെ പ്രതിനിധി നിഖിൽ പ്രമേഷ് ഉണ്ട്. നിഖിൽ, 20 മിനിറ്റാണ് ഈ റോഡ് ഷോയ്ക്ക് ഉള്ള സമയം എന്നറിയുന്നു. അദ്ദേഹം ഇപ്പോൾ തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പം സഞ്ചരിക്കുകയാണ്. അഞ്ചുവിളക്കിൽ നിന്ന് ആ റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉണ്ട്. പാലക്കാട്, പൊന്നാനി, മലപ്പുറം സ്ഥാനാർത്ഥികളൊപ്പമുണ്ട്. അദ്ദേഹം എത്ര മണിക്കാണ് ഈ റോഡ് ഷോ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചേരുക? അവിടെ എത്തിയിരിക്കുന്ന ജനങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഗോപി, നമ്മൾ പ്രതീക്ഷിച്ചതിലും വേഗതയിലാണ് റോഡ് ഷോ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ, അതായത് ഈ അഞ്ചുവിളക്കിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഇപ്പോൾ ഏതാണ്ട് സുൽത്താൻപേട്ട് ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി അധികം വൈകാതെ തന്നെ ഇപ്പോൾ ഈ റോഡ് ഷോ അവസാനിക്കുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തേക്ക് എത്തിച്ചേരും. ഇരുഭാഗങ്ങളിലും തന്നെ കാത്തിരിക്കുന്ന, പുലർച്ചെ മുതൽ തന്നെ കാത്തിരിക്കുന്ന ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് കടന്നു വരുന്നത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ഇപ്പോൾ ഞാനുള്ള ഈ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്താണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ റോഡ് ഷോ അവസാനിക്കുന്ന വേളയിൽ അദ്ദേഹത്തെ അടുത്ത് കാണുന്നതിന് വേണ്ടിയാണ് ഒരുപാടധികം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇരുഭാഗങ്ങളിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ആളുകളെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും ബാരിക്കേഡുകൾക്കപ്പുറത്ത് ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ സുൽത്താൻപേട്ട് പിന്നിട്ടിരിക്കുകയാണ് ഈ റോഡ് ഷോ. അല്പസമയത്തിനകം അത് ഈ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തേക്ക് എത്തിച്ചേരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കൊപ്പം അദ്ദേഹത്തിന്റെ വാഹനത്തിൽ, ഈ റോഡ് ഷോ നടത്തുന്ന വാഹനത്തിലുള്ളത് മലപ്പുറം, പൊന്നാനി, പാലക്കാട് സ്ഥാനാർത്ഥികളൊപ്പം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, അവർ മാത്രമാണുള്ളത്. ഇരുഭാഗങ്ങളിലും ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ഒരുപാടധികം ആളുകൾ എത്തിച്ചേർന്ന് നമുക്ക് കാണാൻ കഴിയും. പുലർച്ചെ മുതൽ തന്നെ ഇവിടേക്ക് ആളുകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു. അവരെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഈ റോഡ് ഷോ കടന്നു വരുന്നത്. ഇപ്പോൾ അല്പം ഈ റോഡ് ഷോ സ്ലോ ആക്കിയിട്ടുണ്ട്. കാരണം ഒരുപാടധികം ആളുകൾ ഇരുഭാഗങ്ങളിലും ഇങ്ങനെ കാത്തു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് പതുക്കെ ആക്കിയിട്ടാണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം അത് ഈ റോഡ് ഷോ അവസാനിക്കുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തേക്ക് എത്തിച്ചേരും. നമുക്ക് വലിയ രീതിയിൽ ആളുകൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച തന്നെ കാണാൻ കഴിയുന്നു. ഇത്തവണ വലിയ പ്രതീക്ഷ BJP വെച്ചു പുലർത്തുന്ന, സംസ്ഥാനത്തെ ഏറ്റവും ഒരു ടോപ്പ് മോസ്റ്റ് 5 മണ്ഡലങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി തൃശ്ശൂരിനൊക്കെ ഒപ്പം തന്നെ പ്രാധാന്യത്തോടു കൂടി പാലക്കാടിനെയും പരിഗണിക്കുന്നു. കഴിഞ്ഞ തവണ 2 ലക്ഷത്തിൽ പരം വോട്ടുകളാണ് സ്ഥാനാർത്ഥിയായിരുന്ന C. കൃഷ്ണകുമാർ നേടിയിരുന്നത്. ഇത്തവണ കേന്ദ്ര ഭരണത്തിന്റെ മികവും അതോടൊപ്പം തന്നെ സംസ്ഥാന ഭരണത്തോടുള്ള അതിർത്തിയും ഒക്കെ വോട്ടായി മാറുകയാണെങ്കിൽ BJPക്ക് വിജയിക്കാനാകുന്ന ഒരു സാഹചര്യം മണ്ഡലത്തിലുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ പ്രചരണത്തിലെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് മാത്രമല്ല, മാസങ്ങൾക്ക് മുൻപ് തന്നെ മണ്ഡലത്തിൽ BJP അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ പലതരത്തിൽ ആരംഭിച്ചിരുന്നു. താഴെത്തട്ടിൽ നിന്ന്, അതായത് ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ റോഡ് ഷോയുടെ വാഹന വ്യൂഹം ഈ നമുക്കിവിടെ നിന്ന് കാണാനാകുന്ന ഡിസ്റ്റൻസിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതിൻ്റെ ആഹ്ലാദാരവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആളുകൾ വലിയ രീതിയിൽ ആർപ്പ് വിളിച്ചും തങ്ങളുടെ പ്രധാനമന്ത്രിയെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇരുഭാഗങ്ങളിലും സ്ത്രീകളും കുട്ടികളും അടക്കം ഒരുപാടധികം ആളുകൾ കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഈ സമാപന വേദിയിലേക്ക്, റോഡ് ഷോ ഏതാണ്ട് ഇപ്പോൾ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 39 ഡിഗ്രിയാണ് പാലക്കാട്ടെ ചൂട്. ആ കനത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരും ജനങ്ങളും റോഡിൻ്റെ ഇരുവശവും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നത്. അഞ്ചുവിളക്ക് മുതൽ അവിടെ നിന്ന് തുടങ്ങിയതാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. അദ്ദേഹത്തോടൊപ്പമുള്ളത് മലപ്പുറം, പൊന്നാനി, പാലക്കാട് മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ BJPയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ എന്നിവർ ചേർന്നാണ് അദ്ദേഹത്തെ ഹെലിപാഡിൽ സ്വീകരിച്ചത്. അഞ്ചുവിളക്കിൽ നിന്ന് തുടങ്ങിയ റോഡ് ഷോ ഇപ്പോൾ സുൽത്താൻപേട്ട വഴി പാലക്കാട്ടെ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തേക്ക് എത്തുകയാണ്. ഏതാണ്ട് 1 കിലോമീറ്ററാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത്. 20 മിനിറ്റ് കൊണ്ടാണ് ആ റോഡ് ഷോ ഏറ്റവും ഒടുവിൽ എത്തേണ്ട പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തേക്ക് എത്തുക. ഇന്ന് പൊതുസമ്മേളനം അദ്ദേഹത്തിന് പാലക്കാട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ പ്രചാരണ പരിപാടി കേരളത്തിലെ പാലക്കാട്ട് നടക്കുകയാണ്. പ്രധാനമന്ത്രി തുറന്ന വാഹനത്തിൽ, അദ്ദേഹത്തോടൊപ്പം 3 സ്ഥാനാർത്ഥികൾ, മലപ്പുറം, പൊന്നാനി, പാലക്കാട് മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ, BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്നിവർ അദ്ദേഹത്തോടൊപ്പം തുറന്ന ജീപ്പിൽ, തുറന്ന വാഹനത്തിലുണ്ട്. പ്രധാനമന്ത്രി കൈവീശിക്കൊണ്ട് ആ റോഡിന് ഇരുവശവും തടിച്ചുകൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം, BJP വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലൂടെ എത്ര വോട്ടുകൾ അധികം സമാഹരിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ്. അതുകൊണ്ട് തന്നെ മോഡി ഗ്യാരണ്ടി എന്ന് തൃശ്ശൂരിൽ ആദ്യമായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച, അദ്ദേഹം പ്രയോഗിച്ച ആ വാക്യത്തിൽ അതിൽ എത്രത്തോളം വോട്ടുകൾ BJPക്ക് കേരളത്തിൽ സമാഹരിക്കാൻ കഴിയും എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPയുടെ സംസ്ഥാന
നേതൃത്വവും പ്രധാനമന്ത്രിയുടെ വരവിനെ വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പാകത്തിലുള്ളതാണെന്ന തരത്തിൽ തന്നെയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വവും വിലയിരുത്തുന്നത്. ഏതായാലും ബി.ജെ.പിക്ക് കാര്യമായ സീറ്റ് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരൊറ്റ സീറ്റ് പോലും, ഒരു അക്കൗണ്ട് പോലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തുറക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ബി.ജെ.പിയെ സംബന്ധിച്ച് ഇക്കുറി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്നതിലെ ഏറ്റവും അതിനുവേണ്ടിയുള്ള ഏറ്റവും ശക്തമായ ഒരു കരുനീക്കമാണ് പ്രധാനമന്ത്രിയുടെ വരവിലൂടെ ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും ബി.ജെ.പി നേതാക്കൾ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്. അദ്ദേഹം റോഡിന് ഇരുവശവും തടിച്ചുകൂടി നിൽക്കുന്ന ജനങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. എസ് വിജയകുമാർ നമ്മളോടൊപ്പമുണ്ട്. വിജയകുമാർ, വിജയനിലേക്ക് വരാം. നിഖിൽ പ്രമേഷ് ഉണ്ട്. നിഖിൽ പ്രമേഷ് ഉള്ളത് ഇപ്പോൾ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്താണ്. 5 വിളക്ക് നിന്നാണ് ഈ റോഡ് ഷോ തുടങ്ങിയത്. അത് സുൽത്താൻപേട്ട വഴിയാണ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നീങ്ങുന്നത്. ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരമാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് ഉള്ളത്. 20 മിനിറ്റ് കൊണ്ടാണ് ഈ റോഡ് ഷോ പൂർത്തിയാവുക. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ അവസാനിക്കുന്ന പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തേക്ക് എത്തിച്ചേരും. അവിടെ നിന്ന് തന്നെ ഇപ്പോൾ ഏതാണ്ട് അദ്ദേഹത്തിന്റെ റോഡ് ഷോ എത്തുന്നത് കാണാൻ കഴിയുന്നുണ്ട് എന്ന് നേരത്തെ നിഖിൽ പ്രമേഷ് റിപ്പോർട്ട് ചെയ്തിരുന്നു. നിഖിൽ പ്രമേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ, ഈ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തേക്ക് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ എത്തിക്കഴിഞ്ഞു. ആളുകൾ ഈ കൊടികൾ വീശിയും പുഷ്പവൃഷ്ടി നടത്തിയും ഒക്കെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന, സ്വാഗതം ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിന് വേണ്ടി ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വിജയകുമാർ, ഗോപി വളരെ അക്ഷമരായി കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഇവിടേക്ക് എത്തിച്ചേരും. എല്ലാവരും വളരെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. എവിടെ നിന്നാണ്? കൃഷ്ണമാരുടെ സ്ഥലത്ത് നിന്ന് വരുന്നത്. മോദിജിനെ കാണാൻ വേണ്ടി എല്ലാവരും കയ്യിൽ പൂവൊക്കെ ആയിട്ട് അദ്ദേഹത്തെ പുഷ്പവൃഷ്ടി നടത്താൻ വേണ്ടി ഞങ്ങൾ അയ്യപ്പനും കൃഷ്ണമരാട്ടന്റെ സ്വദേശത്ത് തന്നെയാണ് വരുന്നത്. ഇപ്രാവശ്യം എന്തായാലും കൃഷ്ണമരാട്ടം വരുന്നത് 100% ഉറപ്പ് തന്നെയാണ്. വികസനം നമുക്ക് കേരളത്തിൽ കൂടുതൽ കൊണ്ടുവരണം പാലക്കാട്ടിലേക്ക്. അതാണ് ഇവരെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നത്. നല്ല ചൂടാണ് ഗോപി, പക്ഷെ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഒരുപാടധികം ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വലിയ സുരക്ഷയാണ്. SPGയുടെ സുരക്ഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയ സുരക്ഷാ മുൻകരുതലുകളാണ് ഇവിടെ സ്വീകരിക്കുന്നത്. പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ടും അതിനോട് അനുകൂലപ്പെട്ടും ഇരുഭാഗങ്ങളിലും ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുള്ളതിന്റെ ഇരുഭാഗങ്ങളിലും ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായ ആളുകളുണ്ട്. അവരെല്ലാവരും തന്നെ ഇവിടെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ റോഡ് ഷോ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന തരത്തിലേക്ക്, അതായത് ഈ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് മാധ്യമങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ള ഈ തട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടേക്ക് എത്തിച്ചേരാനാകുന്നു. നേരത്തെ പറഞ്ഞത് ഏതാണ്ട് 30 മിനിറ്റ് വരെ സമയം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു. എന്നാൽ അതിന് മുൻപായി തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അല്പം കൂടി സമയം ഇവിടെ അദ്ദേഹം ചിലവഴിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സേലത്ത് 12:20 അദ്ദേഹത്തിന്റെ പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് നേരെ മേഴ്സി കോളേജ് ഗ്രൗണ്ടിലേക്ക് ഏതാണ്ട് 10 മിനിറ്റിൽ താഴെ മാത്രം സമയം, ഏതാണ്ട് ഒരു 5 മിനിറ്റ് സമയം മാത്രമേ ആവശ്യമായി വരൂ. അങ്ങനെയെങ്കിൽ 30 മിനിറ്റ് എന്നുള്ള നേരത്തെ ക്രമീകരിച്ചിട്ടുള്ള സമയം ഏകോപിപ്പിക്കാൻ, ഒരുപക്ഷെ അതൊന്ന് താരതമ്യപ്പെടുത്താൻ വേണമെങ്കിൽ കൂടുതൽ സമയം ഇവിടെ പ്രധാനമന്ത്രിക്ക് ചെലവഴിക്കാവുന്നതാണ്. ഈ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്താണ് സമാപനം. ഏതാണ്ട് 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം. പക്ഷേ ഇരുഭാഗങ്ങളിലും ആളുകൾ അഭിവാദ്യം ചെയ്തും ഒക്കെയാണ് കടന്നു വരുന്നത്. അതുകൊണ്ടുള്ളൊരു താമസമാണിത്. പക്ഷേ ഇത് നേരത്തെ തന്നെ ബി.ജെ.പി കണക്ക് കൂട്ടിയിരുന്നതുമാണ്. ഏതാണ്ട് 35 മിനിറ്റോളം സമയം ഈ റോഡ് ഷോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു. അല്പം കൂടി ദൂരം റോഡ് ഷോ നടത്താൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നെങ്കിലും സുരക്ഷാ മുൻകരുതലുകൾ SPGയുടെ പ്രത്യേക നിർദ്ദേശം കണക്കിലെടുത്തുകൊണ്ട് അത് കുറയ്ക്കുകയായിരുന്നു. ഏതാണ്ട് 1 കിലോമീറ്ററിൽ താഴെയായി കുറയ്ക്കുകയായിരുന്നു. എന്തായാലും ഇരുഭാഗങ്ങളിലും കാത്തു നിൽക്കുന്ന ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ആളുകൾ ചിലയിടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പുഷ്പവൃഷ്ടി നടത്താൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ചില ആളുകൾ അദ്ദേഹത്തിന് സമ്മാനിക്കാൻ വേണ്ടി ചില സമ്മാനങ്ങളുമായി കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്ലക്കാർഡുകൾ ഉയർത്തി പ്രധാനമന്ത്രിയെ പുഷ്പവൃഷ്ടി നടത്താൻ പുഷ്പങ്ങളൊക്കെ കയ്യിലെടുത്തുകൊണ്ട് തയ്യാറായി നിൽക്കുകയാണ് ഇരുഭാഗങ്ങളിലും ആളുകൾ. എന്തായാലും അല്പസമയത്തിനകം ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തേക്ക് അദ്ദേഹം എത്തിച്ചേരും. അതിനുശേഷം റോഡ് മാർഗം തന്നെ അദ്ദേഹം മേഴ്സി കോളേജ് മൈതാനത്തേക്ക്, അവിടുത്തെ ഹെലിപാഡിലേക്ക് പോകും. അവിടെ നിന്നാണ് അദ്ദേഹം സേലത്തേക്ക് മടങ്ങിപ്പോകുന്നത്. സേലത്തെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നത്. ഇന്നലെ അദ്ദേഹം കോയമ്പത്തൂരിലായിരുന്നു. കോയമ്പത്തൂരിൽ നിന്നാണ് ഇന്ന് രാവിലെ പാലക്കാട്ടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം എത്തുന്നത്. ഇവിടെ പ്രത്യേകിച്ച് രാഷ്ട്രീയ പരിപാടികൾ, പൊതു പരിപാടികളോ യോഗങ്ങളോ അത്തരത്തിലുള്ള ഒരു പരിപാടിയും നിലവിൽ ക്രമീകരിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ പത്തനംതിട്ടയ്ക്ക് മുൻപായി തന്നെ പാലക്കാട്ടേക്ക് അദ്ദേഹം എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അതിനർത്ഥം അത്രമേൽ പ്രാധാന്യം കേന്ദ്ര നേതൃത്വം പാലക്കാട് ഇത്തവണ നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. 15-ാം തീയതി സത്യത്തിൽ പാലക്കാട്ടേക്ക് അദ്ദേഹം വരാനിരുന്നതാണ്. പിന്നീടാണ് 15-ന് പത്തനംതിട്ടയിലെ പരിപാടി
മാറ്റുകയും 19-ന് പാലക്കാട്ടേക്ക് എത്താനും നിശ്ചയിച്ചത്. എന്തായാലും അല്പസമയത്തിനകം ആ റോഡ് ഷോ ഇപ്പോൾ അതിന്റെ സമാപന വേദിയിലേക്ക് എത്തും. അതിനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ഇതിന് മുകളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്. വളരെ ആഹ്ലാദഭരിതരായി പ്രധാനമന്ത്രിയെ കാണാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് ആളുകൾ ഇതിലൂടെ കടന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എത്ര വെയിലുണ്ടെങ്കിലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ആളുകൾ ഇവിടെ ഇങ്ങനെ അക്ഷമരായി കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം ആ റോഡ് ഷോ ഈ സമാപന വേദിയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളും കാത്തു നിൽക്കുന്നത്. ഗോപി.